വിദേശ MBBS പഠനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കായി റിപ്പോർട്ടർ ചാനൽ ക്ലിക്ക് എജ്യുവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഇന്ത്യാസ് ഫസ്റ്റ് MBBS എബ്രോഡ് എക്സ്പോയ്ക്ക് തുടക്കമാവുന്നു. ഈ മാസം 18 മുതൽ 26 തീയതി വരെ കേരളത്തിലും കോയമ്പത്തൂരിലുമായി നടക്കുന്ന എക്സ്പോയിൽ 10 രാജ്യങ്ങളിലെ മികച്ച 15 മെഡിക്കൽ സർവകലാശാല പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കാൻ അവസരം ഒരുങ്ങുകയാണ്. റിപ്പോർട്ടർ മെഡിക്ലിക്ക് 2024 in association with Click Edu. Click Edu ഡയറക്ടർ ഡോക്ടർ സൂരജ് ലാൽ, ഡോക്ടർ അരുൺ പഴയമ്പള്ളി എന്നിവർ അതിഥികളായി കോഫി വിത്ത് അരുണിൽ നമുക്കൊപ്പം ചേരുന്നു. സ്വാഗതം ഡോക്ടർ സൂരജ്, ഡോക്ടർ അരുൺ. സൂരജ് ഹായ്. ഹായ് അരുൺ. ഫൈൻ. എങ്ങനെ പോകുന്നു ഒരുക്കങ്ങളൊക്കെ? പോകുന്നുണ്ട്. എങ്ങനെ? വളരെ വളരെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത പ്രതികരണമാണ്. അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കോട്ടയത്തൊക്കെ ബുക്ക് ചെയ്തിരുന്ന ഹോളൊക്കെ നമ്മൾ മാറ്റി വലിയ ഹോളിലോട്ട് ബുക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 5-6 ദിവസത്തിൽ ഏതാണ്ട് 4000-ന് പുറത്ത് രജിസ്ട്രേഷൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ വിദേശത്തു നിന്നുള്ള ക്ലിക്ക് എജ്യുവുമായി സഹകരിക്കുന്ന ഡോക്ടർമാരുടെ കൂടി ഒപ്പീനിയൻ, അഭിപ്രായം അവർക്ക് കിട്ടും. തീർച്ചയായിട്ടും. നമുക്കൊപ്പം തന്നെ 5 രാജ്യങ്ങളിലെ ഡോക്ടർമാർ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ എമി ജോർജ് UK നിന്ന്, ഡോക്ടർ അഖിൽ USA നിന്ന്, ഡോക്ടർ റോഷൻ ദുബായിൽ നിന്ന്, ഡോക്ടർ സാഗർ അബുദാബിയിൽ നിന്ന്, ഡോക്ടർ അച്ചു UK നിന്ന്. ഡോക്ടേഴ്സ് വെരി ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും വിവിധ കോണ്ടിനെന്റിൽ നിന്നാണ് നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ചേരുന്നത്. യൂറോപ്പിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് ഒക്കെ ഞങ്ങൾക്കൊപ്പം ഈ പ്രഭാതത്തിൽ ചേരുന്നു. എല്ലാവർക്കും ഒരുമിച്ചൊരു ഹായ് പറയാം. അമേരിക്കയിൽ എനിക്ക് തോന്നുന്നുള്ളത് ഡോക്ടർ അഖിലാണ്. ഡോക്ടർ അഖിൽ, ഇപ്പോൾ അമേരിക്കയിൽ എന്തായി സമയം? രാത്രിയാണോ? രാത്രി 10:07. ഓക്കെ, ഞാൻ അമേരിക്കയിലെ സമയം ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ഡിഫറൻസ് ഉള്ളത് അമേരിക്കയും ആയതുകൊണ്ടാണ്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ചാണോ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്ന സംശയം ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഡോക്ടർ അഖിൽ, ഈ എക്സ്പോ കൊണ്ട് എന്ത് പ്രയോജനമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും. ഞാൻ എൻ്റെ കോഴ്സിന് ആദ്യം അണ്ടർഗ്രാഡിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പ്രോപ്പറായിട്ടുള്ള ഒരു ഏജൻസിയെ കണ്ടെത്താനും പ്രോപ്പറായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ടുള്ള ആളുകൾ വളരെ വിരളമായിരുന്നു. പക്ഷേ എൻ്റെ ആ ഒരു ജേർണി പൂർത്തീകരിക്കുന്ന സമയത്തോടു കൂടി എൻ്റെ കുറേ ഇതിൽ തന്നെയുള്ള കുറച്ച് സീനിയേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഭയങ്കര സഹായമായിരുന്നു. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഡോക്ടർ സൂരജ് അടുത്ത് നമ്മൾ മെൻഷൻ ചെയ്യായിരുന്നു, നമ്മൾ പാസ് കഴിഞ്ഞ് നമ്മളൊരു ഇതിലാവുമ്പോൾ തീർച്ചയായും നമ്മളിലൂടെ ഇനിയുള്ള തലമുറയ്ക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നേടിയ അറിവും നമ്മൾ വന്ന വഴിയിലെ കാര്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ സൂരജ്. എനിക്ക് തോന്നുന്നു ആ ചർച്ചയിൽ നിന്നാണ് നിങ്ങളൊരു കൂട്ടായ്മ രൂപപ്പെടുന്നതും, അല്ലേ? ഉക്രൈനിൽ തന്നെയാണ് ഡോക്ടർ സൂരജ് പഠിച്ചത്. അരുൺ പഠിച്ചത് എവിടെയാണ്? യുക്രൈനിൽ തന്നെയാണ്. ഉക്രൈനിൽ തന്നെയാണ്. നിങ്ങൾ സഹപാഠികളായിരുന്നു അതോ? സുരേന്റെ 1 വർഷം ജൂനിയർ ആയിരുന്നു. അപ്പം ഈ പ്രധാനമായിട്ടും വിദേശ സർവകലാശാലകളിൽ പോകുന്നവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സംശയം, ഫീസ് മുതൽ കോഴ്സിന്റെ ക്വാളിറ്റി അടക്കം വിസ പ്രോസസ്സിംഗ് വരെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. അതിനൊക്കെ പുറമെ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ എമി ഉൾപ്പെടെ ആൾക്കാരൊക്കെ ഇവരൊക്കെ 2-3 വർഷം PG അല്ലെങ്കിൽ MBBSന് ശേഷമുള്ള ഒരു ഫ്യൂച്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു താമസിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടാത്തതിന്റെ പേരിലാണ്. സോ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഒരു ലൈഫ് ജേർണി അല്ലെങ്കിൽ ഇവർ ഓരോരുത്തരും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് വായിച്ചാൽ കിട്ടുന്ന ഇൻഫർമേഷൻ അല്ല ഇവർ പാസ് ചെയ്യുന്നത്. ഇവരുടെ ഒരു ലൈഫ് ജേർണിയിൽ കിട്ടുന്ന ഒരു ഇൻഫർമേഷനാണ് വളരെ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ ബേസിക്കലി എക്സ്പോയിൽ വരുന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഒരു MBBS അഡ്മിഷൻ എന്നുള്ള രീതിക്കെല്ലാം അടുത്തൊരു 10-15 വർഷം അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ എക്സ്പോയിൽ കൂടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് ടോട്ടൽ പ്ലാനിങ് കൂടി ഇതിന് പിന്നിലുണ്ട്. തീർച്ചയായിട്ടും സാർ. ഇപ്പൊ നമ്മളിപ്പോ 18-ം തീയതി തുടങ്ങുന്നു. 18-ം തീയതി തുടങ്ങുന്നത് സർ 18-ം തീയതി ഹോളിഡേയിലാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതെ, നമ്മുടെ തജിക്കിസ്ഥാനിലെ എംബസിന്ന് ഫസ്റ്റ് സെക്രട്ടറിയും കൗൺസിലറും പങ്കെടുക്കുന്നുണ്ട്. സോ ബേസിക്കലി അവരും അവരുടെ തജിക്കിസ്ഥാൻ എന്നുള്ള രാജ്യത്തിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന് മെഡിക്കൽ പഠനത്തിലുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരു വളരെ വലിയ തജിക്കിസ്ഥാനിൽ മറ്റേതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും. നമുക്ക് പോളണ്ടിൽ നിന്നുണ്ട്, റഷ്യയിൽ നിന്നുണ്ട്, ജോർജിയയിൽ നിന്നുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുണ്ട്, കിർഗിസ്ഥാനിൽ നിന്നുണ്ട്, കസാഖിസ്ഥാനിൽ നിന്നുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്. ഇവർ അവിടെ നിന്ന് നമ്മുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർ ഡയറക്റ്റ് ആയിട്ട് വന്നാൽ പങ്കെടുക്കുന്നത്. സ്റ്റോളിൽ പങ്കെടുക്കും. അപ്പം ഏത് സ്ഥലത്താണ് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അവരെ സഹായിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ അരുൺ? എനിക്ക് തോന്നുന്നു ഈ വരുന്ന വിദ്യാർത്ഥികളിൽ പലരും വലിയ ഫീസ് ആയിരിക്കും അവരുടെ ഒരു വലിയ തടസ്സമായിട്ടുള്ളത്. അതിന് ലോൺ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത്. അപ്പോൾ ആ കാര്യത്തിലും ഒരു സംശയം ഉണ്ടായില്ല. ഇപ്പം അരുൺ പഠിക്കാൻ പോകുന്ന സമയത്ത് അരുണിന്റെ ഒരു കൺസേൺ എന്തായിരുന്നു? പ്രധാനമായിട്ടും അപരിചിതമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ഉക്രൈനൊക്കെ പോലെ. അതെ സർ, തീർച്ചയായിട്ടും. ഞാൻ 2011 യുക്രൈനിൽ പഠിച്ച ആളാണ്. ഈവൻ ഞാൻ ഉൾപ്പെടെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിച്ച ഒരാളാണ്. SBI എഡ്യൂക്കേഷൻ ലോൺ എടുത്ത ആളാണ്. അപ്പം നമുക്ക് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ബാങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഫസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് ഓരോ ഡോക്യുമെൻറ്റ്സ്, ഫസ്റ്റ് വേണ്ട ഒരു അഡ്മിഷൻ ലെറ്റർ, അതിനുശേഷം ബാങ്കിൽ നിന്ന് ലോണിന് ആവശ്യമായ എന്തൊരു
ലൈക്ക് യൂണിവേഴ്സിറ്റി സംബന്ധമായ ഡോക്യുമെൻറ്റ്സ് വിത്തിൻ 24 hours നമുക്ക് കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അതായത് ലോണിന്റെ കാര്യത്തിൽ അവർക്ക് ഈ എഡ്യൂക്കേഷൻ ലോൺ ബുദ്ധിമുട്ട് ആവേണ്ട പ്രശ്നമേ ഒരിക്കലും ഉണ്ടാവില്ല. സർ, അത് മാത്രമല്ല നമ്മുടെ എക്സ്പോയില് പല ബാങ്കിങ് സ്ഥാപനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ബാങ്ക് സ്ഥാപനങ്ങളും ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കുട്ടികൾക്ക് ഈ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ചോദിച്ചറിയാനും പറ്റും. അതായത് ഒരു സിംഗിൾ വിൻഡോ ഫ്രെയിമാണ് നിങ്ങൾ ഒരുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് MBBS പഠിക്കാൻ ഒരു അതിയായ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നീറ്റ് എക്സാം ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സർവകലാശാലയിൽ പഠിക്കുന്നതിന് അല്ലേ? അല്ല സർ, ക്വാളിഫൈ ചെയ്താൽ മാത്രമേ പുറത്തു പോകാൻ പറ്റൂ. ക്വാളിഫൈ ചെയ്യണം. സർ, ആക്ച്വലി നോക്കിയേ, ഇപ്പോൾ ഈ വർഷം 25 ലക്ഷം സ്റ്റുഡൻസ് ആണ് നീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 1 ലക്ഷം സീറ്റ് മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതിൽ 55,000 സീറ്റ് ഗവൺമെന്റ് സീറ്റുള്ളൂ, ബാക്കിയെല്ലാം പ്രൈവറ്റ് സീറ്റാണ്. സോ ബേസിക്കലി ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ എന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നീറ്റിന് 720-500 മാർക്ക് വെച്ച സ്റ്റുഡൻസ് നമ്മളോട് വിദേശത്ത് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി നിങ്ങൾക്ക് 70-80 അല്ലെങ്കിൽ 1 കോടി രൂപയൊന്നും നാട്ടിൽ കൊടുക്കാൻ പറ്റുന്നില്ലാത്ത സാഹചര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് പുറത്ത് ചെന്ന് പഠിക്കാൻ പറ്റും എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇപ്പം നല്ല റെസ്പോൺസ് തുടക്കത്തിൽ തന്നെ വരുന്നു. നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, കോട്ടയത്തൊക്കെ നമ്മൾ ഹോള് മാറ്റി ചെയ്യേണ്ടി വന്നു. ആക്ച്വലി ഒരു ചെറിയ ഹോളായിരുന്നു ആദ്യം ബുക്ക് ചെയ്തിരുന്നത്. ആ സെയിം ഹോട്ടലിൽ തന്നെ അത്രയും വലിയൊരു ഡിമാൻഡ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. മാത്രമല്ല, പ്രത്യേകിച്ച് മൈഗ്രേഷൻ ടെൻഡൻസി കേരളത്തിൽ പൊതുവെ ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു ഓപ്ഷൻ, ഇങ്ങനൊരു അവസരം ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള വലിയ കാര്യമാണ്. വിദേശത്ത് MBBS പഠിക്കാനുള്ള ഒരു വലിയ എക്സ്പോ ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഇത്രയും അധികം യൂണിവേഴ്സിറ്റികൾ, 15ഓളം വിദേശ സർവകലാശാലകൾ അല്ലേ? 15 ഫോറിൻ യൂണിവേഴ്സിറ്റിയിലെ അധികൃതരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് മുതൽ നിങ്ങളുടെ കോളേജ് ഹോസ്റ്റൽ അഡ്മിഷൻ തുടങ്ങി ടിക്കറ്റ് വരെ, വിമാന ടിക്കറ്റിന്റെ കാര്യങ്ങൾ വരെ കൃത്യമായ ധാരണയുണ്ട്. അത് കഴിഞ്ഞ് PG പഠനത്തിലുള്ള നമ്മുടെ എന്താ പറയാ, നമ്മുടെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസോ എല്ലാം A to Z അവർക്ക് ഇതിനകത്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ അച്ചു ഉണ്ട് UK-ൽ നിന്ന്. UK-ൽ ഡോക്ടർ അച്ചു, വെരി ഗുഡ് മോർണിംഗ്. UK-ൽ എനിക്ക് ഒരു 5.5 മണിക്കൂർ എന്ന് തോന്നുന്നു. ഇപ്പൊ പുലർച്ചെയാണ് അല്ലേ? അതെ. ഓക്കെ, ഡോക്ടർ അച്ചു എങ്ങനെയാ ഈ വിദേശ സർവകലാശാലയിലേക്ക് എത്താനിടയായത്? ഡോക്ടർ അച്ചു നാട്ടിൽ തന്നെ പഠിച്ചു. നാട്ടിലാണ് പഠിച്ചത് ഡോക്ടർ അച്ചു അല്ലേ? ഇപ്പൊ UK വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോക്ടർ അച്ചു, എങ്ങനെയാണ് ഇതിന്റെ ഒരു സാധ്യതകൾ? നമുക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാവുന്നത് പല യൂണിവേഴ്സിറ്റികളും തട്ടിപ്പ് യൂണിവേഴ്സിറ്റികളാണ്. അപ്പം അതിനെ ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രോസസ്സിംഗ് ഉണ്ടാവുക? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ഓർഗനൈസേഷന്റെ പാർട്ടായിട്ട് നമ്മൾ പല ഡോക്ടേഴ്സും പല കൺട്രീസിലുണ്ടല്ലോ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻഡ് ടു എൻഡ് മെന്റർഷിപ്പ്. ഇപ്പൊ എഡ്യൂക്കേഷണൽ സംബന്ധമായി നമ്മൾ പോയൊരു പാത്വേ അല്ലെങ്കിൽ നമുക്കിപ്പം നമ്മൾ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. ഡോക്ടർ അച്ചു ഏതാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് ട്രോമ ആൻഡ് ഓർത്തോപെഡിക്സിലാണ്. ഓക്കെ, നാട്ടിൽ എവിടെയാണ് അച്ചു? ഞാൻ നാട്ടിലെ ട്രിവാൻഡ്രം. ഓക്കെ, താങ്ക് യു അച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ അച്ചുവിനെ പോലുള്ള ആളുകൾ ഇവിടെ ഡിഗ്രി ഇവിടെ ചെയ്തിട്ട് PG ചെയ്തത് അല്ലേ? അപ്പോൾ PGക്കുള്ള മെന്ററിംഗ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? PGക്കുള്ള മെന്ററിംഗ് ആണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ UK, US അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സിന്റെ ഒരു ഫാമിലി ഇപ്പോൾ UK-ലുണ്ട്, US-ലുണ്ട്, ജർമ്മനിയിലുണ്ട്, പോർച്ചുഗലിലുണ്ട്, സ്വീഡനിലുണ്ട്, ഇപ്പോൾ ദുബായിലുണ്ട്, അബുദാബിയിലുണ്ട്. സോ എവിടെ നമ്മുടെ സ്റ്റുഡൻസിന് ഭാവിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും അതിലൊരു പ്രോപ്പർ ഗൈഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ MBBS-ൽ മാത്രമല്ല, തിരിച്ചു PG-യിലേക്കും ഉണ്ട് സർ. ത്രൂ ഔട്ടുള്ള ഗൈഡൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് വളരെ ഫ്രീ ഓഫ് വെച്ചാൽ ഇതിനൊരു കാശ് കൊടുത്ത് കിട്ടുന്ന ഗൈഡൻസ് അല്ല. ഇത് നമ്മുടെ ഡോക്ടേഴ്സിന്റെ റിയൽ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നത്. സോ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. അത് ഈ ജേർണിയിൽ പോയ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ. ബിക്കോസ് റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ കിട്ടുക മാത്രമാണ് ഈ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, താങ്ക് യു സൂരജ്. എന്തായാലും 18-ാം തീയതി കോട്ടയത്ത് നമ്മൾ തുടങ്ങുന്നു, എറണാകുളത്ത് നമ്മൾ തുടങ്ങുന്നു, 18-ാം തീയതി ഞാനും അവിടെ എത്താനായിട്ട് ശ്രമിക്കാം പരമാവധി. എന്തായാലും MBBS മോഹങ്ങളുള്ളവർക്ക് നിങ്ങളുടെ മോഹം പൂവണിയാനുള്ള ഒരു അവസരമാണ് ക്ലിക്ക് എഡ്യൂ ഒരുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പോ മിസ് ചെയ്യാതിരിക്കുക, കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയാൽ മതി. അതിന് ക്ലിക്ക് എഡ്യൂ ഒരുക്കുന്ന ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വിദഗ്ധരെ നിങ്ങൾ കാണുക. വിദേശ സർവകലാശാലയിൽ നിന്ന് പ്രതിനിധികൾ വരുന്നുണ്ട്, നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാം. താങ്ക് യു ഓൾ ഡോക്ടേഴ്സ്, എല്ലാവർക്കും നന്ദി. നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ചേർന്നതിന് എനിക്ക് പലരുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് മറ്റെപ്പോഴെങ്കിലും ഘട്ടങ്ങളിൽ നേരിട്ട് സംസാരിക്കാം. താങ്ക് യു സൂരജ്, താങ്ക് യു അരുൺ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് MBBS-ന്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വിദേശ സർവകലാശാലയിൽ പഠിക്കാനുള്ള ഒരു അവസരമാണ് റിപ്പോർട്ടറും ക്ലിക്ക് എഡ്യൂവും ചേർന്ന് ഒരുക്കുന്നത്. നിങ്ങൾ ആ എക്സ്പോയിൽ പങ്കെടുക്കുക. 18-ാം തീയതി എറണാകുളത്താണ് ഈ എക്സ്പോ ആരംഭിക്കുന്നത്.